ഹേ ഗായ്സ്, എങ്ങനെയുണ്ടായിരുന്നു യൂസർ എക്സാമിനേഷനൊക്കെ? എല്ലാവരും നന്നായിട്ട് അറ്റൻഡ് ചെയ്തില്ലേ? ഏതൊരു ഡിസൈൻ ആസ്പെക്ടിൻ്റെയും ഡ്രീം കോളേജാണ് IITs എന്ന് പറയുന്നത്. സോ ഈ IITകളിലേക്കുള്ള ബാച്ചലർ ഡിസൈൻ എൻട്രൻസ് എക്സാമിനേഷനാണ് UC. ആൻഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദി വൺ ഓഫ് ദി ടഫസ്റ്റ് എക്സാമിനേഷൻ ഫോർ ബാച്ചലർ ഡിസൈൻ. സോ ഈ വർഷത്തെ യൂസർ എക്സാമിനേഷൻ കഴിഞ്ഞു. ഈ ഞായറാഴ്ചയായിരുന്നു എക്സാമിനേഷൻ. ആൻഡ് പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് യൂസർ എക്സാമിനേഷനെ പറ്റിയിട്ട്. സോ ഈ ഒരു സെഷനിൽ യൂസറിൻ്റെ പാർട്ട് എ ആൻഡ് പാർട്ട് ബി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആപ്റ്റിറ്റ്യൂഡിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഡ്രോയിങ് സെക്ഷനിൽ എന്തൊക്കെയായിരുന്നു വന്നിരുന്നത്, സോ അതിനെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് അനാലിസിസിലായിരിക്കും നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ആൻഡ് മൈസെൽഫ് സച്ചിൻ And I'm Febin, and we are from Think Institute of Design. സോ ഫെബിൻ സർ, എങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റുഡൻസിന്റെ റിയാക്ഷൻ ഒക്കെ? സ്റ്റുഡൻസ് ആക്ച്വലി ഹാപ്പിയാണ്. ചിരിച്ചിട്ടാണ് എക്സാം സെന്ററിൽ നിന്ന് അവരെല്ലാവരും ഇറങ്ങി വരുന്നതായിട്ട് കണ്ടത്. കാരണം അവർ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു ടഫ്നെസ് എക്സാമിന് ഇല്ല എന്നുള്ള റിയലൈസേഷന്റെ പുറത്ത് നല്ല സന്തോഷത്തിലാണ് എക്സാം കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങി വന്നിട്ടുള്ളത്. സോ എല്ലാവരും തിങ്കിന്റെ എക്സാമിനേഷൻ ഭയങ്കര ഹാർഡായിരുന്നു ഹാർഡായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് ഫസ്റ്റ് പല കുട്ടികളും പറഞ്ഞത് നമ്മുടെ മോഡൽ എക്സാമിനേക്കാളും വളരെയധികം ഈസി ആയിരുന്നു എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ വർഷം യൂസർ എക്സാമിനേഷൻ പൊതുവെ എളുപ്പമായിരുന്നു. റീസെന്റ് ഇയേഴ്സിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ള UCയുടെ എക്സാംസിൽ 25 എക്സാം കുറച്ചുകൂടെ ഈസി ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു സെയിം ലെവൽ തന്നെയാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. സ്റ്റുഡൻസ് ഒക്കെ സാറിന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? വിളിച്ചിട്ടുണ്ടായിരുന്നു എക്സാം കഴിഞ്ഞിട്ട്. അവർ ഹാപ്പിയാണ്. അവർ പറയുന്നത് NIDനേക്കാളും ഈസി ആയിരുന്നു എന്നുള്ളതാണ്. NID കംപ്ലീറ്റ്ലി അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ട് അവർ അത്യാവശ്യം പേടിച്ചിട്ടാണ് യൂസഡ് എക്സാമിന് പോകുന്നത്. അപ്പോൾ ആ പേടിച്ച ഒരു രീതിയിലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ല അവർക്ക് വന്നത്. കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു. സോ അവർ ഹാപ്പിയാണ്. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ എല്ലാവരും ഹാപ്പിയാണെന്നുള്ളതാണ്. ഒരു മോഡറേറ്റ് ഒരു ഈസി എന്നുള്ള രീതി തന്നെയാണ് എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കുട്ടികളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എനിക്കൊന്ന് മെജോറിറ്റി നമ്മുടെ പോളിംഗിലാണെങ്കിലും മോഡറേറ്റ് ഈസി ആണ് കൂടുതൽ പേരും ഓപ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ ടൈം മാനേജ്മെന്റ് പറ്റിയിട്ടൊക്കെ സ്റ്റുഡൻസ് എങ്ങനെയായിരുന്നു? ടൈം മാനേജ്മെന്റ് ആക്ച്വലി അവർക്ക് നാറ്റ് പാർട്ട് കുറച്ച് ടഫാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് കാൽക്കുലേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നാറ്റ് പാർട്ടിലാണല്ലോ വരുന്നത്. MCQ MSQ കമ്പാരിറ്റീവ്ലി എല്ലാവർക്കും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ടൈം അത്ര ഇഷ്യൂ ആയിരുന്നില്ല. ബട്ട് നാറ്റ് പാർട്ടിൽ കുറച്ച് ടൈം കൺസ്യൂം ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പല കുട്ടികളും ഏറ്റവും ലാസ്റ്റ് ആണ് നാറ്റ് അറ്റൻഡ് ചെയ്തത്. പലർക്കും അവർ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് ആ കറക്റ്റ് ആൻസർ കിട്ടി അത് എൻ്റർ ചെയ്യുമ്പോഴേക്ക് ടൈം ഔട്ട് ആകുന്ന രീതിയിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. ബാക്കി നോക്കുമ്പോൾ ആപ്റ്റിറ്റ്യൂഡ് സൈഡ് എല്ലാവരും ഓക്കെയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. ഡ്രോയിങ്ങിലും അത്ര ഡീറ്റെയിൽഡ് ആയിരുന്നില്ല ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അത്യാവശ്യം പെട്ടെന്ന് വായിച്ചെടുക്കാനും ഉടനെ തന്നെ ആ ഒരു ഇനീഷ്യൽ പ്രോസസ് ഐഡിയേഷൻ ഒരുപാട് ചെയ്യേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ ഡ്രോയിങ്ങിലേക്ക് അവർക്ക് പോകാൻ പറ്റി. സോ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റിയെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ആപ്റ്റിറ്റ്യൂഡ് സെക്ഷനിലാണെങ്കിലും ഈ കാൽക്കുലേഷൻസ് ചെയ്യുന്നതൊക്കെ പൊതുവെ കുറവായിരുന്നു. കൂടുതൽ എനിക്ക് തോന്നുന്നു ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. കാൽക്കുലേഷൻസ് കുറവായിരുന്നു. കൗണ്ടിങ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം മുതൽ GK കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഇയറും അതുപോലെ സെയിം പാറ്റേൺ തന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വർഷം GK വന്നപ്പോൾ അതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടായിരുന്നു. കാരണം 22ലും 3ലും അത്രയും GK ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല. ഈവൻ 4ലാണെങ്കിലും 25ൽ പെട്ടെന്നൊരു 5-6 ക്വസ്റ്റ്യൻസ് GK ചോദിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ വർഷം സെയിം പോലെ തന്നെ വന്ന സ്ഥിതിക്ക് അവർ മേ ബി ആ ഒരു പുതിയ പാറ്റേൺ ചിലപ്പോൾ ഫോളോ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതായിരിക്കും. സോ എനിക്ക് തോന്നുന്നു നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസിലേക്ക് പോകാം. നമ്മൾ ഇനിഷ്യലി ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് A സെക്ഷൻ ആയിരിക്കും. സോ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണ് പാർട്ട് A എന്ന് പറയുന്നത്. ആൻഡ് 3 സെക്ഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്: ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ആൻഡ് മൾട്ടിപ്പിൾ സെലക്ഷൻ ആൻഡ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. സോ നമുക്ക് അതിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്? ആൻഡ് ഗൈസ്, നമ്മൾ ഇതിനകത്ത് ഇപ്പം നിലവിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ട് അല്ല. സോ സ്റ്റുഡൻസിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എക്സാക്ട്ലി ഇത് ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. ബട്ട് നമ്മൾ മാക്സിമം കളക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ ഫസ്റ്റ്ലി നാറ്റ് പാർട്ടിൽ ഇപ്രാവശ്യം 14 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ 4 മാർക്സ് ആണ്. കറക്റ്റ് ആൻസറിന് വരാൻ നെഗറ്റീവ് മാർക്ക് ഇല്ല നാറ്റ് പാർട്ടിൽ. ആസ് യൂഷ്വൽ ന്യൂമറിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നാറ്റ് പാർട്ടിൽ കൂടുതൽ വന്നിട്ടുള്ളത്. സർഫസ് കൗണ്ടിങ് എല്ലാ വർഷവും വരുന്നതാണ്. സർഫസ് കൗണ്ടിങ് ഒരു ഷുവർ ഷോർട്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സർഫസ് കൗണ്ടിങ്. ഇപ്പോൾ റീസെൻറ്റ് ഇയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക എല്ലാ വർഷങ്ങളിലും സർഫസ് കൗണ്ടിങ് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും വന്നിട്ടുണ്ട്. യെസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് നോക്കിയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ആൻഡ് ഇപ്രാവശ്യം എക്സ്പെക്ട് ചെയ്ത പോലെ സർഫസ് കൗണ്ടിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പക്ഷെ അവർ ചോദിക്കുന്നത്
ചോദിക്കുന്ന രീതി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ചില ഇയേഴ്സിലാണെന്നുണ്ടെങ്കിൽ സെൻട്രോയിഡ്സ് കോയിൻസൈഡ് ചെയ്തിട്ടുള്ള സർഫസ് ആയിരിക്കാം, ചിലപ്പോൾ ഡ്രില്ലിംഗ് ആയിരിക്കാം, ഓവർലാപ്പിംഗ് ആയിരിക്കാം, മെർജിങ് ആയിരിക്കാം, കട്ടിങ് ആയിരിക്കാം. ആൻഡ് ഇപ്രാവശ്യം ചെയ്തിട്ടുള്ളത് ഒരു ഒബ്ജക്റ്റിനെ മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് മെർജ് ചെയ്ത് ഡ്രിൽ ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ ആണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഓപ്പറേഷൻ ആ റിസൾട്ടൻ സോളിഡിൽ എത്ര സർഫസ് ഉണ്ടെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഒരു സർഫസ് കൗണ്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ 3D മെൻസുറേഷൻ ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. യൂഷ്വലി വരാറുള്ള ടൈപ്പാണ്. 2D ഓർ 3D മെൻസുറേഷൻസ് പൊതുവെ യൂസേജിന് വരുന്നതാണ്. അതിലൊരു ടാങ്കിൻ്റെ ഡയമെൻഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു ക്യൂബ് ഷേപ്പാണ് 10x10x10. അതിൽ ലൈക്ക് ബോൾസ് 10 സെൻറ്റിമീറ്റേഴ്സ് ഡയമീറ്റർ വരുന്ന ബോൾസ് ഫില്ല് ചെയ്തിട്ട് ആൻഡ് ആ ബോൾസ് കാരണം ക്രിയേറ്റ് ആവുന്ന വോയിഡ്സ് ഫില്ല് ചെയ്യാൻ എത്ര എമൗണ്ട് ഓഫ് വാട്ടർ വേണം എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻസ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു മെൻസുറേഷൻ, ഒരു കാൽക്കുലേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. യെസ്. പിന്നെ ആസ് യൂഷ്വൽ ഫിഗർ കൗണ്ടിങ് ഒരുപാടുണ്ടായിരുന്നു. പല തരത്തിലുള്ള ഫിഗർ കൗണ്ടിങ് ഉണ്ടായിരുന്നു. എല്ലാ വർഷവും യുണീക്ക് ഫിഗേഴ്സ് കൗണ്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഇപ്രാവശ്യം പലതരത്തിലുള്ള ഇപ്പോൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ഫിഗേഴ്സ് ഉണ്ടായിരുന്നു. കെറ്റിൽ ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. രീതിയിലല്ല, കുറച്ച് ഡിഫറെന്റ് പാറ്റേൺ ആണ്. ഫങ്ഷനിങ് ആയിട്ടുള്ള കെറ്റിൽസ് ഏതൊക്കെയാന്നുള്ളതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം മേ ബി ചില ഫിഗേഴ്സിൽ ചില പാർട്സ് മിസ്സിംഗ് ആയിരിക്കാം, അതിന്റെ വയർ മിസ്സിംഗ് ആയിരിക്കാം. സോ കൈൻഡ് ഓഫ് ഡിഫറൻസ് കൊടുത്തിട്ട് അതിൽ നിന്ന് ഫങ്ഷണൽ കെറ്റിൽസ് ചൂസ് ചെയ്യാനായിട്ട്. പിന്നെ പെൻസിൽസിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. യൂഷ്വലി ഒരു ഷഫിൾഡ് ഇമേജ് തന്നിട്ട് അതിൽ എത്ര യുണീക് ഷേപ്സ് ഉണ്ടെന്നാണ് ചോദിക്കാറ്. ഇതിൽ ഓൾറെഡി ഇമേജ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു ഷാർപ്പൻഡ് പെൻസിലാണ് വിത്ത് ഇറേസർ. ആ സെയിം പെൻസിൽ ആ ഒരു ഗ്രൂപ്പിൽ എത്ര വരുന്നുണ്ടെന്ന് കൗണ്ട് ചെയ്യാനായിട്ടായിരുന്നു ചോദിക്കുന്ന ഒരു ടൈപ്പാണ്. ഇപ്പൊ ചില പെൻസിൽസിൽ ഷാർപ്പൻഡ് അല്ല, ചില പെൻസിൽസ് ഇറേസേഴ്സ് മിസ്സിംഗ് ആണ്, പാറ്റേൺ ഡിഫറെന്റ് ആണ്. സോ ആ രീതിയിലൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് NIT-യിൽ. ദെൻ ബാക്കി ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിലും ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ, അതും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. എനിക്ക് തോന്നുന്നു UCയുടെ ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ വന്നിട്ടുണ്ട്. മറ്റ് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിലും NIT-യിൽ ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസും ബേസിക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു 10 വർഷത്തെ UCD പേപ്പേഴ്സ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് ഈസിലി ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. ദെൻ ഇനിയിപ്പോൾ MCQ വരുമ്പോൾ എനിക്ക് തോന്നുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് മേ ബി GK ആയിരിക്കാം. കാരണം കഴിഞ്ഞ വർഷം GK ഉണ്ടെങ്കിലും അതിന് മുമ്പുള്ള വർഷങ്ങളിലെ പേപ്പേഴ്സ് നോക്കിയപ്പോൾ GK കാണാത്തത് കൊണ്ട് മേ ബി സ്റ്റുഡൻസ് അത്രയും GK ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാവില്ല, എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ബട്ട് ഈ വർഷം GK ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അല്ലേ? അതെ അതെ അതെ. എനിക്ക് തോന്നുന്നു മെയിനായിട്ട് പെയിന്റിങ്സ് ഓറിയന്റഡ്, അതായത് യൂസിന്റെ എനിക്ക് തോന്നുന്നു ഫേവറേറ്റ്സ് ആണ് ഈ ഒരു പെയിന്റിങ്സ്, ആർട്ട് ഫോംസ്, ഡാൻസ് ഫോംസ് ഒക്കെ. സോ പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും കൂടുതലും പെയിന്റിംഗ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും GK ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ളത്. സോ ഇത്തവണയാണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു. സോ വൺ ക്വസ്റ്റ്യൻ വാസ് MF ഹുസൈൻ്റെ പെയിന്റിങ്സ് ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ദാറ്റ് അതിനുശേഷം കേവ് പെയിന്റിങ്സ് മാച്ച് ചെയ്യാനായിട്ട് അജന്ത, എല്ലോറ കേവ്സ് ഒക്കെ. സോ അങ്ങനെ ഉണ്ടായിരുന്നു. ദെൻ ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് ഓപ്ഷൻ ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ, അല്ലെങ്കിൽ ഏതാണ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ അല്ലാത്തത് എന്നുള്ള രീതി ചൂസ് ചെയ്യാനായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇതെല്ലാം കോമൺ ഡിസൈൻ GK ടോപ്പിക്സാണ് യൂഷ്വലി ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ എപ്പോഴും ഫോട്ടോഗ്രാഫി ഓറിയന്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ബട്ട് ഇത്തവണ കുറച്ചും കൂടെ അതൊരു ക്യാമറ, അതിൻ്റെ ഒരു യൂസ് എവിടെയാണ്, അതായത് ഫിലിമിൽ യൂസ് ചെയ്യുന്ന ക്യാമറ ഏതാണെന്നുള്ളതായിരുന്നു ഇത്തവണത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ആൻഡ് ഓസ്കറിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു പലരുടെയും മൈൻഡിൽ ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ ഓസ്കാർ അല്ലെ അക്കാഡമി അവിടെ നിന്ന് കേൾക്കുമ്പോൾ A. റഹ്മാന്റെയും റസൽ പൂക്കുട്ടിയുടെയും ഒക്കെ ഫേസ് വരുന്നവരുണ്ടാവും. പക്ഷേ ഫസ്റ്റ് ഓസ്കാർ വിന്നർ ആക്ച്വലി ഭാനു അത്തയ്യ എന്ന് പറയുന്ന ഒരു ലേഡിയാണ്. 1983 നമുക്ക് ഫസ്റ്റ് അവാർഡ് കിട്ടുന്നത്. അപ്പം നമ്മളൊക്കെ ജനിക്കുന്നതിൻ്റെ മുമ്പാണ് ആക്ച്വലി. സോ ഗാന്ധി എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈനർക്കുള്ള ഫസ്റ്റ് ഇന്ത്യൻ അക്കാഡമി അവാർഡ് കിട്ടുന്നത് ഈ ഒരു കോസ്റ്റ്യൂം ഡിസൈനറിനാണ്. ഓക്കെ, അപ്പം അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ലോഗോ അത് യൂഷ്വലി ചോദിക്കുന്നതാണ്. പല രീതിയിൽ ചോദിക്കാം. ചിലപ്പോൾ ഒരു ബ്രാൻഡിന്റെ ലോഗോ ഐഡന്റിഫൈ ചെയ്യാൻ, അതല്ലെങ്കിൽ ഒരു ലോഗോ തന്നെ എറേഴ്സ് കൊടുത്തിട്ട് അതിൽ നിന്ന് ലോഗോ ഐഡന്റിഫൈ ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറ്. ChatGPT, യെസ്.
Yes. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ജി കെയിൽ എനിക്ക് തോന്നുന്നു മെയിൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ബാക്കി പാറ്റേണിലേക്ക് വരുമ്പോൾ സ്ഥിരം പാറ്റേൺ തന്നെയാണ്. ഏറെക്കുറെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ സിമിലർ തന്നെയാണ്. ഇപ്പോൾ ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. കാൽക്കുലേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഫിസിക്സ് അല്ലെങ്കിൽ മെക്കാനിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിലെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ടോയ്ലറ്റ് വാട്ടർ റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് ടോയ്ലറ്റിൽ ഇപ്പോൾ നമ്മൾ ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാലും അതിൽ കുറച്ച് വാട്ടർ റിമെയിൻ ചെയ്യുമല്ലോ. വൈ ഈസ് ദാറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു MSQ പാർട്ടിലാണ് വന്നിട്ടുള്ളത്. അത് കുട്ടികളൊക്കെ പറഞ്ഞു അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അവരങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്തില്ല. നമ്മൾ ഡെയിലി ലൈഫിൽ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് പൊതുവെ UCDന് ചോദിക്കാറ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല, പക്ഷേ നമ്മൾ കണ്ടിട്ടുള്ള ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടുതലും ഫിഗർ ബേസ്ഡ് ആയിരുന്നു. ഷേപ്പ് ഫോർമേഷൻ യൂഷ്വലി UCDന് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് അതെ അതെ മൾട്ടിപ്പിൾ ഷേപ്സ് കൊടുത്തിട്ട് ഫോം ചെയ്യുന്ന ഷേപ്പ് ഫിഗർ ഔട്ട് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുട്ടികൾ പറഞ്ഞത് നമ്മുടെ ജെൻസി അത് ടേംസ് റിയാക്ഷൻ ആണെങ്കിലും സ്റ്റുഡൻസ് അത് പറയുന്നുണ്ടായിരുന്നു. അവർ ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ കണ്ട് ഒരു 10 മിനിറ്റ് അവിടെ എക്സാം ഹാളിൽ ഇരുന്ന് ചിരിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കാരണം അവരൊട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. IIT ബോംബെ കണ്ടക്ട് ചെയ്യുന്ന UCD എക്സാമിന് ടഫസ്റ്റ് എക്സാംസ് ഓഫ് വിഗഡസിലെ അതിലൊരു സ്കിബിഡി, പൂക്കി, ന്യൂജൻ, ഡെലുലു ടേംസ് ഒക്കെ വെച്ചിട്ട് വരും. അതൊരു കോഡിങ് ഡീകോഡിങ് ക്വസ്റ്റ്യൻ ആണെന്നാണ്. യെസ്. സോ അതൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ആ ഒരു വേർഡ്സ് കുറച്ച് സ്ട്രൈക്കിംഗ് ആയിരുന്നു കുട്ടികൾക്ക്. ആ ഒരു ജെൻസി ടേംസ് ഇപ്പോൾ കുറച്ച് ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്ന വേർഡ്സ് ആണ് ഇതെല്ലാം. ഡെലുലു, പൂക്കിയോ ഒക്കെ. യെസ്. പിന്നെ ഒരു രസമുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കളർ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഇതിൽ പറയുന്നത് 3 പേര് ABC എന്ന് പറയുന്ന 3 പേര് ഒരു ഡാർക്ക് റൂമിലോട്ട് കയറിയിട്ടുണ്ട്. ആൻഡ് ദെൻ അവിടെ ലൈറ്റ് ഇട്ടതിന് ശേഷം അവിടെ ഒരു ട്രയാങ്കിളും സർക്കിളും വെച്ചിട്ടുണ്ട്. സോ എ നോക്കുന്ന സമയത്ത് ബ്ലൂ കളറിലുള്ള ട്രയാങ്കിൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ റെഡ് കളറിലുള്ള സർക്കിളും കാണുന്നുണ്ട്. ദെൻ ബി അതിനകത്തോട്ട് കയറി നോക്കുന്ന സമയത്ത് ഈ ബ്ലൂ കളറിലുള്ള ട്രയാങ്കിൾ മാത്രമേ കാണുന്നുള്ളൂ. സി നോക്കുന്ന സമയത്ത് റെഡ് കളറിലുള്ള സർക്കിൾ മാത്രമേ കാണുന്നുള്ളൂ. അപ്പം ഇത് എന്തുകൊണ്ടാണെന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ വരുന്നത് എ കയറുമ്പോൾ ഇടുന്നത് വൈറ്റ് ലൈറ്റ് ആണ്. സോ ബോത്ത് ബ്ലൂ ട്രയാങ്കിളും റെഡ് സർക്കിളും വിസിബിൾ ആയിരിക്കും. ബി കയറുന്ന സമയത്ത് റെഡ് സർക്കിൾ ഇടുന്ന സമയത്ത് അവിടെ ബ്ലൂ ട്രയാങ്കിൾ മാത്രമായിരിക്കും വിസിബിൾ ആയിട്ടുണ്ടാവുക റെഡ് ലൈറ്റ് ഇടുന്ന സമയത്ത്. സി കയറുന്ന സമയത്ത് അവിടെ അഗെയിൻ ലൈറ്റ് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലൈറ്റ് ബേസ് ചെയ്തിട്ട് ലൈറ്റിൻ്റെ കളർ ബേസ് ചെയ്തിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. യെസ്. അപ്പം ഇത്രയൊക്കെയാണ് മേജറായിട്ടും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. പിന്നെ സിസേഴ്സിൻ്റെ ലോഡ് ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആക്ച്വലി ഇങ്ങനെ ഇടയ്ക്കും അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ഏതാണ് എക്സാക്ട്ലി ആ ലോഡ് ഫ്രം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് ഒരു ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സ് വന്നിട്ട്. സോ അതൊരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ കൂടുതലും ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ MCQ MSQ പാർട്ടിൽ വന്നിട്ടുള്ളത്. കൂടുതലായിട്ടും ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. സോ സെയിം പാറ്റേൺ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു അൺഎക്സ്പെക്റ്റഡ് ഒരു പാറ്റേൺ ആണെന്ന് തോന്നുന്നില്ല. ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് ഇയറിന്റെ ഒരു കൈൻഡ് ഓഫ് പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. അത്ര ഒരു ഹാർഡ് ലെവലിലേക്ക് അവർ പോയിട്ടില്ല. എല്ലാവരും കമ്പാരിറ്റീവ്ലി പറഞ്ഞൊരു ഈസി മീഡിയം ആ ലെവൽ തന്നെയാണ് മെജോറിറ്റിയും പറയുന്നത്. എല്ലാവർക്കും എനിക്ക് തോന്നുന്നു അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ലാസ്റ്റിലേക്ക് NITയിലേക്ക് വന്നവർക്ക് കുറച്ചൊരു ടൈം മാനേജ്മെന്റ് ഇഷ്യൂസ് പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഡ്രോയിങ്ങിലേക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ഡ്രോയിങ് സെക്ഷൻ ആണ്. ഡ്രോയിങ് ആക്ച്വലി നമ്മളും കുറച്ച് ലൈക്ക് ക്യൂരിയോസിറ്റിയിൽ കാത്തിരിക്കുകയായിരുന്നു. കാരണം ഡ്രോയിങ് നമുക്ക് 2 വർഷമായിട്ടുള്ള ഈ ഒരു പാറ്റേൺ സ്റ്റാർട്ട് ചെയ്തിട്ട് 24ലാണ് ഡിസൈൻ ആപ്റ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്യുന്നത്. 25ലും സെയിം പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തത്. സീൻ ഡ്രോയിങ്ങും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഡിസൈൻ ആയിരുന്നു. അതിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ നോക്കി വെച്ചിരുന്നത് ആ ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡിൽ ഏതെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് അവർ ജസ്റ്റ് ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. 2 വർഷം പ്രോഡക്റ്റ് ഡിസൈൻ ആയിരുന്നു. ബട്ട് ഈ വർഷവും പ്രോഡക്റ്റ് ഡിസൈൻ ആകാതിരിക്കാം. സോ അതെ, കരിക്കുലത്തിലാണെങ്കിലും പറയുന്നത് അവരുടെ എംപതിയും ക്രിയേറ്റീവ് തിങ്കിങ്ങും ജഡ്ജ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. സോ എന്തോ ആവാം. ബട്ട് ഇപ്രാവശ്യവും സെയിം സീൻ ഡ്രോയിങ്ങും പ്രൊഡക്റ്റ് ഡിസൈനും തന്നെയാണ്
ചെയ്തിട്ടുള്ളത്. അതിലെനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം, എക്സാം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന കുട്ടികളുടെ മുഖത്ത് ആ ഒരു ഹാപ്പിനെസ് മെയിൻ റീസൺ എന്ന് പറയുന്നത് അവർ ഓടി വന്നിട്ട് പറഞ്ഞ് നമ്മുടെ മറ്റേ ബാഗിൻ്റെ ക്വസ്റ്റ്യൻ വന്നു എന്നുള്ളതായിരുന്നു. ആ ഒരു സിമിലർ കൈൻഡ് ഓഫ് ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഓൺലൈൻ ടെസ്റ്റിൻ്റെ സമയത്ത് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അതുപോലെ തന്നെ ഡോഗിൻ്റെ പോയിന്റ് ഓഫ് വ്യൂലുള്ള ആ ഒരു ഹൈ ലെവലിലുള്ള ക്വസ്റ്റ്യൻ ഒരുപാട് പ്രാവശ്യം ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് രണ്ടും അവർക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമായിരുന്നു. ഓൾറെഡി അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റിനോട് യൂസ്ഡ് ആകുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഈസി ആയിരുന്നു. അത് മാത്രമല്ല അവർ മെയിനായിട്ട് പറഞ്ഞ സീൻ ഡ്രോയിങ് ആകെ 3 വരി ഉണ്ടായിരുന്നുള്ളൂ സാർ എന്നായിരുന്നു. കാരണം അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ലൈക്ക് പാരഗ്രാഫ് യൂസ് അങ്ങനെയാണല്ലോ, ലോങ് പാരഗ്രാഫ്സ് കൊടുത്തിട്ട് അവരെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ട് ഒരു സീൻ വരക്കാന്നൊക്കെ പറയുന്നത് വായിച്ച് മനസ്സിലാക്കാൻ തന്നെ ഒരു 10-15 മിനിറ്റ് എടുക്കും. പിന്നെ നമ്മുടെ മോഡൽ എക്സാംസ് വെച്ചിട്ട് അവർ കമ്പയർ ചെയ്യുമ്പോൾ അവർ പറയുന്ന ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിരുന്നു എന്നുള്ളതാണ്. ക്വസ്റ്റ്യനിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സീൻ ഡ്രോയിങ്ങിലൊരു സീൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: 8 years ഓൾഡ് ബോയ് ആസ് യൂഷ്വൽ. യൂസ്ഡ് എപ്പോഴും ഏജ് പറയാറുണ്ട് എപ്പോഴും, കാരണം ആ ഒരു ഹ്യൂമൻ ഏജ് പ്രോപ്പറായിട്ട് നമുക്ക് ഫിഗർ ഡ്രോയിങ്ങിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിൽ ആ ഒരു 8 year ഓൾഡ് ബോയ് ഒരു കയ്യിൽ ഒരു ഡോഗ് ലീഷ് ഉണ്ട്, ഡോഗ് നടക്കുന്നുണ്ട് ഫ്രണ്ടിൽ. ദെൻ മറ്റേ കയ്യിൽ ഒരു ഐസ്ക്രീം ഉണ്ട്, ഒരു കുട്ടി ഡോഗിനായിട്ട് പോവാണ്, ഒരു കയ്യിൽ ഐസ്ക്രീം ഉണ്ട്. ദെൻ കുട്ടിയുടെ ബാക്കിലായിട്ട് ഒരു പാർക്കാണ്. പാർക്കിന്റെ ഒരു ഫുട്പാത്തിലൂടെയാണ് കുട്ടി നടക്കുന്നത്. ഫുട്പാത്ത് ഒരു പാർക്കിലൂടെയാണ് നടക്കുന്നത്. സ്ട്രീറ്റ് ലൈൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓരോ സ്ട്രീറ്റ് ലൈൻസും ഈക്വൽ ഗ്യാപ്പിലാണ് വരുന്നതെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ആൻഡ് ദെൻ പെട്ടെന്നൊരു ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ഈ ഡോഗ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുക. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഉള്ള ആ ഡോഗിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഈവനിങ് 5 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ തവണയും ഈ പറഞ്ഞ സാർ പറഞ്ഞ പോലെ ആ ഒരു ക്യാരക്ടേഴ്സിനെ ഡിഫൈൻ ചെയ്യുക, ആ ഒരു ടൈം ഡിഫൈൻ ചെയ്യാന്നുള്ള മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ്, അതൊക്കെ യൂസ് ചെയ്യുന്നതാണ്. സെയിം ക്രൈറ്റീരിയ ആണ്. അതായത് പൊതുവെ കൊടുക്കാറ് ഈ പറഞ്ഞ പോലെ ഏജ്, ക്യാരക്ടർ, ജെൻഡർ, ദെൻ ടൈം, ഒരു കോണ്ടെക്സ്റ്റ് ആണെങ്കിലും ഇപ്പോൾ ഇവിടെ ഒരു പാർക്ക് എന്ന് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്, മറ്റു ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. അപ്പോൾ അവർ വരക്കുന്ന സമയത്ത് അവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, അതൊരു പാർക്കായിട്ട് തോന്നിക്കുന്ന രീതിയിൽ ആ കോണ്ടെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ട് അവർ സെറ്റ് ചെയ്യണം. മേ ബി അവർ ചിന്തിക്കാം ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല, സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, പക്ഷേ അതൊരു പാർക്കാണെന്ന് പറയുന്നുണ്ട്. സോ ബേസിക്കലി ഒരു പാർക്ക് കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യണം. പിന്നെ സ്ട്രീറ്റ് ലൈറ്റ്സ് ഈക്വൽ ഗ്യാപ്പിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് പെർസ്പെക്റ്റീവിൽ വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഡിസ്റ്റൻസ് കൊടുക്കുക, അതിന് ടെക്നിക്കൽ മെത്തേഡ്സ് ഉണ്ട് ഈക്വൽ ഡിവിഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെയായിരിക്കും അവർ കൊടുക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഏജ് 8 years ഏജ് ആയിരിക്കണം. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് അതിൽ കറക്റ്റ് ആ ഹാൻഡ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് ഹാൻഡിൽ ഡോഗ് ലീഷും റൈറ്റ് ഹാൻഡിൽ ഐസ്ക്രീം. അപ്പോൾ കുട്ടിയുടെ ഫ്രണ്ടിലാണ് ഡോഗ് ഇരിക്കുന്നത്. അപ്പോൾ ഡോഗ് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഇത് മാറും. ഇപ്പോൾ ഡോഗിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിലപ്പോൾ ലെഫ്റ്റ് ഉള്ളത് റൈറ്റും റൈറ്റ് ലെഫ്റ്റും ആവാം. അപ്പോൾ അത് ചിലപ്പോൾ അത്രയും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല കുട്ടികൾ. അപ്പോൾ അത് എത്രത്തോളം അവർ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു സൗണ്ട് കേട്ടിട്ടാണ് ഡോഗ് തിരിഞ്ഞു നോക്കുന്നത്. അപ്പോൾ അവർക്ക് അത് അവിടെ ഡെപ്പിക്റ്റ് ചെയ്യാം, എന്ത് സൗണ്ട് ആയിരിക്കും കേട്ടിട്ടുണ്ടാവുക, എന്തായിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ നടന്നിട്ടുണ്ടാവുക. അപ്പോൾ അതിലൊരു ഡ്രാമ കൊണ്ടുവരാം. മ്യൂസിയുടെ എപ്പോഴും ആ ഒരു സീനിൽ ഒരു കൈൻഡ് ഓഫ് ഒരു ഡ്രാമ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് എക്സ്പ്രഷൻസും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ കാണാൻ വളരെ സിമ്പിൾ ആൻഡ് ഈസി ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ഹോപ്പുള്ള, ഒരുപാട് സ്കോപ്പുള്ള, ഒരുപാട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ആ രീതിയിലായിരിക്കും അവർ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ സമയമൊക്കെ പറയുന്നുണ്ട്, ഈവനിങ് ഷാഡോ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഒരു മോർണിംഗ് 5ൻ്റെ ഷാഡോ, ആഫ്റ്റർനൂൺ ഷാഡോ എന്ന് പറയുമ്പോൾ ഷാർപ്പായിരിക്കും, ഡാർക്ക് ആയിരിക്കും, ലെങ്ത് കുറവായിരിക്കും. ഈവനിങ് ഷാഡോ സോഫ്റ്റ് ആയിരിക്കും, ലെങ്തി ആയിരിക്കും, ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റിനേക്കാളും ലെങ്ത് ഒക്കെ കൊടുക്കണം. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ടെക്നിക്കലി വരുന്നുണ്ട്, കുറച്ചും കൂടെ ഡ്രോയിങ്ങിൽ ഇത്തരം ടെക്നിക്കാലിറ്റീസ് കുറച്ചും കൂടെ ഡീപ്പായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ ക്രൈറ്റീരിയയിലാണെന്നുണ്ടെങ്കിലും മെൻഷൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ ലൈൻ വെയിറ്റ് ആണെങ്കിലും പെർസ്പെക്റ്റീവ്സ്, ലൈൻ ക്വാളിറ്റി, കോമ്പോസിഷൻ കാര്യങ്ങളൊക്കെ. പ്രൊഡക്റ്റ് ഡിസൈനിലേക്ക് വരുമ്പോൾ പ്രൊഡക്റ്റ് ഡിസൈനിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കുട്ടികളെ കുഴപ്പിച്ചത് ആ ഒരു ടോയ്ലറ്റ്രീസ് എന്നുള്ള ടേമാണ്. അത് എല്ലാവർക്കും അത്ര ഫെമിലിയർ അല്ല തോന്നുന്നു. ലൈക്ക് അങ്ങനെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേം അല്ല. അപ്പോൾ പലർക്കും അറിയണ്ടായിരുന്നില്ല ടോയ്ലറ്റ്രീസ് എന്ന് പറയുമ്പോൾ ഈ ഷാമ്പുവും സോപ്പും കാര്യങ്ങളൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് കുട്ടികൾ പറഞ്ഞു. ആ ക്വസ്റ്റ്യൻ അത്ര ക്ലിയർ ആയില്ല എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ട്രാവലിംഗ് ടൈമിൽ ഈ ടോയ്ലറ്റ്രീസ് ഒക്കെ കീപ്പ് ചെയ്യാനും പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു ഓർഗനൈസിങ് പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. സിമിലർ തന്നെയായിരുന്നു. നമ്മളൊരു സെയിം കോണ്ടെക്സ്റ്റ് തന്നെ ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസർ ഡിസൈൻ ചെയ്യുക. അതിൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടായിരുന്നത് നമ്മൾ ഒരു കുക്കിംഗ്
എക്യുപ്മെന്റ്സ് വേണ്ടിയിട്ടാണ് അതിന് വേണ്ടി വേണ്ടിയിട്ടാണ്. ബട്ട് സെയിം ക്വസ്റ്റ്യൻ തന്നെ, സെയിം കൈൻഡ് ഓഫ് പാറ്റേണിൽ തന്നെയായിരുന്നു ആ ക്വസ്റ്റ്യൻ. അപ്പോൾ അവർ ഓൾറെഡി ഈ ഒരു പ്രൊഡക്റ്റ് അവർ ഡിസൈൻ ചെയ്ത് അവർക്ക് ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ അവരത് പറയുന്നുണ്ടായിരുന്നു. അവർക്ക് ഈസി ആയിരുന്നു. അവർക്ക് ആ കോമ്പോസിഷൻ, ബിക്കോസ് ഒരു സെയിം പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഡിസൈനിങ്ങിൽ മാത്രമല്ല, അതിൻ്റെ ഷീറ്റ് കോമ്പോസിഷൻ ഇമ്പോർട്ടൻ്റ് ആണല്ലോ യൂസ് ചെയ്തതിന്. അപ്പോൾ സെയിം കൈൻഡ് ഓഫ് ഒരു പ്രൊഡക്റ്റിനെ എങ്ങനെ കമ്പോസ് ചെയ്യാം, പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളത് അവർ ഓൾറെഡി എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളതുകൊണ്ട് അവർക്കത് ഈസി ആയിട്ടാണ് പറഞ്ഞത്. ഇങ്ങനെയായിരുന്നു യൂസീഡിൻ്റെ ഡ്രോയിങ്. അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും. 1 hour പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കൂടുതലും ടൈം എടുത്തത് സീൻ ഡ്രോയിങ്ങിനാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. ഒരു 35 to 40 മിനിറ്റ്സോളം അവർ ഈ പറഞ്ഞ പോലെ സീൻ സീൻ യെസ് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ. സോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ പറഞ്ഞ പാർട്ട് എ അല്ലെങ്കിൽ പാർട്ട് ബി, സോ ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. ആസ് എക്സ്പെക്റ്റഡ് എക്സ്പെക്ടേഷൻ അനുസരിച്ച് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. യൂഷ്വലി കണ്ടുവരുന്ന കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്, ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിലും ഡ്രോയിങ് ആണെങ്കിലും ഒരു സർപ്രൈസിങ് എന്നുള്ള രീതിയിലില്ല. കഴിഞ്ഞ വർഷമാണെങ്കിലും ഉള്ളൊരു സിമിലർ പാറ്റേൺ തന്നെയാണ് പോയിട്ടുള്ളത്. സോ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് കരുതുന്നത്. ആൻഡ് ഓൾസോ നിങ്ങളുടെ ആണെങ്കിലും ഒപ്പീനിയൻ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ യൂസർ എക്സാമിനേഷൻ, അതും കൂടെയൊക്കെ കമൻറ്റ് ചെയ്യുക. ആൻഡ് നമുക്ക് കട്ട് ഓഫ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടാണ് എല്ലാവരും അടുത്ത് ചോദിക്കുന്നൊരു ചോദ്യം എന്ന് പറയുന്നത്. കട്ട് ഓഫ് കുറയോ കൂടുമോ എന്നുള്ളതാണ്. എന്ത് തോന്നുന്നുണ്ട്? കൂടുമോ? കുട്ടികള് എക്സാം ഈസി ആയിരുന്നു പറയുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ ചോദിക്കുന്നുണ്ട് സാർ കട്ട് ഓഫ് കൂടുമോ. എനിക്ക് തോന്നുന്നത് പൊതുവെ ഈസി ആണെന്ന് പറയുകയാണെങ്കിൽ കട്ട് ഓഫ് കൂടാറാണ് ചാൻസ് കൂടുതൽ. ഇപ്പം നമ്മൾ ലാസ്റ്റ് ഇയറിൻ്റെ കട്ട് ഓഫ് ഒക്കെ നോക്കുകയാണെങ്കിൽ ജനറൽ ആണെങ്കിൽ 74.34 ആയിരുന്നു കട്ട് ഓഫ് സ്കോർ എന്ന് പറയുന്നത്. ആൻഡ് അതൊരു വലിയ ചേഞ്ച് ആയിരുന്നു അല്ലേ, 24 25 കാരണം 25 എക്സാം ഈസി ആയപ്പോൾ കട്ട് ഓഫ് നല്ല രീതിയിൽ വന്നു. ഇപ്രാവശ്യം റിവ്യൂ കേൾക്കുന്നത് 25 സെയിം ഒരു ഈസിനെസ് അല്ലെങ്കിൽ ഒരു പൊടിക്ക് ഈസി ആണെന്നാണ് കേൾക്കുന്നത്. അപ്പം ഇൻ ആൻഡ് അറൗണ്ട് ഈ ഒരു കട്ട് ഓഫിന് അറൗണ്ട് തന്നെ ആയിരിക്കും ഈ വർഷത്തെയും കട്ട് ഓഫ്. അതായത് 74 75 ആ റേഞ്ചിൽ, അല്ലെങ്കിൽ ഒരു 72 76 ആ റേഞ്ചിലൊക്കെ തന്നെ ആയിരിക്കും കട്ട് ഓഫ് എന്ന് തന്നെയാണ് ഞങ്ങളും എക്സ്പെക്ട് ചെയ്യുന്നത്. ബട്ട് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ എങ്ങനെയായിരിക്കും എന്നുള്ളത്. കാര്യം ഉടനെ തന്നെ ഇനിയിപ്പോൾ മീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ അവർ പബ്ലിഷ് ചെയ്യും. അതുവഴി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും കട്ട് ഓഫ് ഒക്കെ. 20th ആൻസർ കീ റിലീസ് ചെയ്യുന്നുണ്ട്. ഇവാലുവേറ്റ് ചെയ്യാം സെൽഫായിട്ട് എങ്ങനെയായിരുന്നു എക്സാമിനേഷൻ എന്നൊക്കെ. സോ ഗൈസ്, എക്സാമിനേഷൻ എല്ലാവരും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തു എന്ന് തന്നെയാണ് കരുതുന്നത്. ആൻഡ് ഓൾസോ യൂസിഡ് എക്സാമിനേഷനെ പറ്റി നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണുള്ളത് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങൾ ഏറ്റവും കുഴക്കിയ ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ആൻഡ് യെസ്, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് സെഷൻ. ഐ എം ഫെബിൻ and I am Sachin, signing off.